നമസ്കാരം, ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. നമ്മളോടൊപ്പം ഇന്നൊരു നേതാവുള്ളത്. അതായത് ഒരു നേതാവ് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. എല്ലാവർക്കും വയനാട്ടുകാർക്ക് സുപരിചിതനായ BJPയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് മലവയലാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. അതായത് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് മാത്രമല്ലല്ലോ, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ NDAയുടെ സ്ഥാനാർത്ഥി കൂടിയാണ്. വളരെ തിരക്കുകൾക്കിടയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയാവാൻ കുറേ യോഗ്യത വേണം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് പ്രശാന്ത് മലവേൽ എന്ന വ്യക്തിക്ക് കൽപ്പറ്റയിലെ NDA സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു യോഗ്യത എന്താണ്? തീർച്ചയായിട്ടും NDAയിൽ സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. NDA കേരളത്തിലെ ആളുകൾ ചിലപ്പോൾ ഒരു മൂന്നാം കക്ഷി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ സെൻട്രൽ പാർട്ടി BJPയുടെ ഒരു BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടുവരുന്നതും വളർന്നു വരുന്നതും ഒക്കെ ഒരുപാട് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരല്ലാതെ ആരെയും പരിഗണിക്കില്ല. സെൻട്രൽ ലീഡർഷിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻജി നമ്മൾ ആരും കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് ഒന്നും അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് BJPയെ നയിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ട്. 45 വയസ്സുകാരനായിട്ടുള്ള നിതിൻ നബീൻജിയാണ് ഇന്ന് നയിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തരെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ളൊരു പഠനം സെൻട്രൽ ലീഡർഷിപ്പ് നടത്തും. പ്രത്യേകിച്ച് നരേന്ദ്രമോദിജി, അമിത്ഷാജി തുടങ്ങിയിട്ടുള്ള അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സെൻട്രൽ ലീഡർഷിപ്പിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നവരെയാണ് എല്ലാ മേഖലയിലും പരിഗണിക്കുക. അത് സ്ഥാനാർത്ഥിയാണെങ്കിലും ശരി, പാർട്ടി ചുമതലകളാണെങ്കിലും ശരി, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലൊക്കെ അങ്ങനെയുള്ള ആളുകളെയാണ് ഇരുത്തുക. അപ്പോൾ കഴിവെന്താണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ലീഡർഷിപ്പൊക്കെ പല കഴിവുകളും കണ്ടിട്ടുണ്ടാകാം. ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളതും ജനങ്ങളുടെ ഇടയിൽ ഞാനാണ് സ്ഥാനാർത്ഥി ആവേണ്ടതെന്ന് പാർട്ടി തീരുമാനിച്ചതും അതുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് ബഹുമാനം തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരു ചെറിയ ന്യൂസ് കൊടുക്കണം, സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്, നമ്മുടെ പേരും കൂടെ ഒന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ കൊണ്ട് വാർത്ത ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തകർ നിങ്ങളെ നിരന്തരം സമീപിച്ചു. പുറത്തുനിന്ന് ആൾക്കാരെല്ലാം പറയുന്നു പ്രശാന്ത് മലവേലായിരിക്കും കൽപ്പറ്റ സ്ഥാനാർത്ഥി എന്ന് എല്ലാവരും പറയുന്നു. LDFൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങയോട് വന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു, സ്ഥാനാർത്ഥിയാണോ എന്ന കാര്യം എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി മോഹവും ഇല്ല. പാർട്ടി 3 മണ്ഡലത്തിലും പാർട്ടിയെ നയിക്കും, പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുമെന്നാണ് പറഞ്ഞത്. ആ നിമിഷം വരെ, പ്രഖ്യാപിക്കുന്ന നിമിഷം വരെ അങ്ങേക്കൊരു മോഹം ഉണ്ടായിരുന്നില്ല? ഒരിക്കലുമില്ല. ഞാൻ എൻ്റെ നേതാക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തന്നിട്ടുള്ള വലിയ ചുമതലയാണ്. ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചുമതലയൊന്നുമല്ല. പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ചുമതല തന്നിട്ടുള്ളത്. ആ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള ചുമതലയിൽ ഞാൻ 2 തവണ, എനിക്ക് 3 ഇലക്ഷനാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒന്ന് K. സുരേന്ദ്രൻജി ഇവിടെ മത്സരിച്ചിട്ടുള്ള ഇലക്ഷന് ഞാനാണ് നയിച്ചിട്ടുള്ളത്. നല്ല നേട്ടമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നവ്യ ഹരിദാസ് മത്സരിച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലും നയിച്ചിട്ടുള്ളത് ഞാനാണ്. അതിലും നല്ല ഒരു തരത്തിലും നമ്മൾ പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല. നല്ല രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ളത് ഞാൻ തന്നെയായിരുന്നു. നമുക്ക് കൽപ്പറ്റ നഗരത്തിലടക്കം നമുക്ക് 2 സീറ്റുകൾ കിട്ടുക, 3 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരിക, പിന്നെ ബത്തേരി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ജനപ്രതിനിധികളുണ്ടാകുക, തിരുനെല്ലി ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം നമ്മൾ പിടിച്ചെടുക്കുക, തൊട്ടടുത്ത സ്ഥലം 2ാമതെത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മളതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് നമ്മളതിൻ്റെ പിന്നാമ്പുറത്ത് പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷനും വളരെ നന്നായി, കാരണം പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ സാമാജികനൊക്കെ ആയിട്ട് ഒരാൾ ചെല്ലുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദിജി വികസന കാഴ്ചപ്പാട് മാത്രം മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ആസ്പിരേഷൻ പദ്ധതി ജില്ലയിൽ ഉൾപ്പെടുത്തിയിട്ടും അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന സമീപനം എടുക്കുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ പരമാവധി നമ്മൾ പരിശ്രമിച്ചിട്ട് ഏതെങ്കിലും ഒരാളെയെങ്കിലും നിയമസഭയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം നടത്തണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ ഭാരിച്ച ചുമതലയുടെ ഭാരവും എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനത് മത്സരിക്കുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേതാക്കന്മാരോടൊക്കെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ മാധ്യമങ്ങളും ഒക്കെ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സെൻട്രൽ ലീഡർഷിപ്പ് എനിക്കറിയാം, BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ ഊഹാബോഹത്തിൻ്റെ പുറത്തൊന്നും പ്രഖ്യാപിക്കില്ല, എനിക്ക് നല്ല നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രഖ്യാപിച്ചാൽ തന്നെ പ്രഖ്യാപിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ അവസാന നിമിഷം വരെ ഞാനാണ്
ആരാണ് സ്ഥാനാർത്ഥിയെന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെ എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല, പറയാൻ താല്പര്യം ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പം പറഞ്ഞതുപോലെ 4ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നയിച്ചു. ഇപ്പം അങ്ങ് സ്ഥാനാർത്ഥി ആയപ്പോൾ ഈ പാർട്ടിയെ 3 സ്ഥലത്തും നയിക്കണമല്ലോ. അപ്പോൾ അതിനൊരു നായകൻ ഒരാളാണോ ഉള്ളത്, അതൊരു വലിയ ടീമാണോ ഉള്ളത്? ഞാൻ നല്ലൊരു മെക്കാനിസം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും നല്ല കോർ ടീം ഇലക്ഷൻ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. അത് കൽപ്പറ്റയിലുമുണ്ട്, മാനന്തവാടിയിലുമുണ്ട്, ബത്തേരിയിലുണ്ട്. ആ കോർ ടീം എല്ലാ ദിവസവും അതാത് ദിവസത്തെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അന്ന് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുതുതായിട്ടുള്ള ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ താഴെത്തട്ടിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങണം എന്നൊക്കെ ചിന്തയുണ്ടെങ്കിൽ അന്ന് തന്നെ അതിനുള്ള അംഗീകാരവും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ കോർ ടീമിന് സകല അംഗീകാരങ്ങളും കൊടുത്തിട്ടുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്. ഈ പ്രശാന്ത് മലവേല് ജില്ലാ പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് നിങ്ങൾ നയിച്ച കുറച്ച് സമരങ്ങളാണ്. പ്രത്യേകിച്ച് യുവമോർച്ചയിൽ സജീവമായി നിന്നിട്ടാണല്ലോ BJPയുടെ നേതൃനിരയിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് വയനാട് നേരിടുന്ന വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ DF ഓഫീസ് ഉപരോധിക്കുകയും പിന്നീട് ജയിൽവാസം എത്ര കാലം ജയിലിൽ കിടന്നു? 1 മാസക്കാലം ഒരു മാസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്തു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും വല്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം നമ്മളുടെ വടക്കനാട് പ്രദേശത്തെ വിഷയമായിരുന്നു ശരിക്കും. വടക്കനാട് കൊമ്പന്റെ വിഷയമായിരുന്നു. ജനങ്ങളാകെ പൊറുതി മുട്ടിയിട്ട് ആ കൊമ്പനെയും കൊണ്ട് പൊറുതി മുട്ടിയിട്ട് യഥാർത്ഥത്തിൽ സർക്കാരൊന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള സമരം പ്ലാൻ ചെയ്തതും. അത് കുറച്ച് രൂക്ഷമായിട്ടുള്ള സമരം. നമ്മളുടെ എല്ലാ പ്രവർത്തകരെയും പരമാവധി ഞങ്ങൾക്ക് ആ സമരത്തിൽ പങ്കെടുപ്പിക്കാനൊക്കെ സാധിച്ചു. കുറച്ച് വൈകാരികമായിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ എല്ലാവരും വൈകാരികമായിട്ട് തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 1 മാസക്കാലം സ്വാഭാവികമായിട്ടും അത്രയൊന്നും വലിയ എനിക്ക് സംശയം വന്നത് 14 ദിവസമാണല്ലോ റിമാൻഡ് ചെയ്യുക. അതെ അതെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നിങ്ങൾ ജയിലിലേക്ക് പോയി, അങ്ങനത്തെ ഒരു വാർത്ത ചെയ്തു. അതൊരു വല്ലാത്തൊരു അനുഭവമായി പോയി എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾക്ക് 14 ദിവസം കൊണ്ട് ജാമ്യം കിട്ടേണ്ടതാണ്. എൻ്റെ മകളൊരു കുഞ്ഞുമോളാണ് അന്ന്. അപ്പോൾ മകളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള സമയമാണ്. മകൾക്ക് എന്നെ കാണാതിരിക്കാനും എനിക്ക് മകളെ കാണാതിരിക്കാനും പറ്റാത്തൊരു കാലഘട്ടമാണ്. ഞങ്ങൾ അത്രയും അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ ആ സമയത്ത് ജയിലിലായി പോയി നമുക്ക് വിളിക്കാനും മകളെ കാണാനും ഒന്നിനും സാധിക്കാതെ മാനസികമായിട്ട് വല്ലാതെ തകർന്നു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സമരമായതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസം മറ്റൊരു തരത്തിൽ രണ്ടും ഞാൻ ബാലൻസ് ചെയ്താണ് ജയിലിൽ കിടന്നത്. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒന്ന് മകളെ കുറിച്ച് ഓർക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലൊന്നും അത്ര സംവിധാനമൊന്നുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോഴുള്ള ഒരു വിഷമം അത് ഒരു ഭാഗത്ത്. പക്ഷേ സാധാരണ ജനങ്ങൾ അത്രയും പൊറുതി മുട്ടിയിട്ടാണ് നമ്മളൊരു സമരം നയിച്ചിട്ടുള്ളത്. ആ സമരത്തിന്റെ ഒരു ഗുണം അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊക്കെ കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു ഗുണമൊക്കെ തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചത് 14 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടുമല്ലോ. നമ്മൾ കോഴിക്കോട് ജയിലിലേക്കാണ് എന്നെ അയച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഒരു കൂട്ടം ആളുകളാണ്. അപ്പം ഞങ്ങൾ ജയിലിൽ നിന്ന് റിമാൻഡ് കാലാവധി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ബത്തേരി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് പോകാൻ കണക്കാക്കിയിട്ടാണ് വരുന്നത്. പക്ഷേ അവിടെ വന്നപ്പോൾ വീണ്ടും പോലീസ് നമുക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എന്ത് ചെയ്യണമെന്ന് കോടതി ചോദിച്ചപ്പോൾ വീണ്ടും റിമാൻഡ് ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു. നമ്മൾ തകർന്നുപോയി. വീണ്ടും കോഴിക്കോട് ജയിലിലേക്ക് എന്നെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ മോളും ഭാര്യയൊക്കെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു, കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും തകർന്നു പോയൊരു നിമിഷമായിരുന്നു അത്. മുട്ടിക്കൊമ്പനെ കൊണ്ട് വല്ലാതെ ശല്യമായ ആളുകൾ ഇപ്പോൾ മയക്കുവെടി വെച്ച് പിടികൂടുന്നു. ആ ഒരു ഇത് എത്തിയിട്ടുണ്ട്. ആശ്വാസം. ഇതൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇല്ലാത്തൊരവസ്ഥ കൂടി ഉണ്ടല്ലോ. അതും കൂടെ നമ്മൾ ഇനിയും പ്രക്ഷോഭരംഗത്തേക്ക് വരേണ്ട ഒരു അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള പദ്ധതിയില്ല എന്നുള്ളത് തന്നെയാണ്. വയനാട് ജില്ലയിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമെന്ന് 2021 പറഞ്ഞതാണ്. എല്ലാ സർവകക്ഷി യോഗത്തിലും ഞങ്ങളും പങ്കെടുക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായമില്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഇവിടുന്ന് പ്രപ്പോസലുണ്ടെങ്കിൽ ആ പ്രപ്പോസലിൻ്റെ മുമ്പിൽ നിൽക്കാം. ഞങ്ങൾ പുറകിലല്ല, നിങ്ങളോടൊപ്പമല്ല, നിങ്ങളുടെ മുൻപിൽ നിൽക്കാം. ഏത് കേന്ദ്ര നേതാക്കളെയും കാണാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. പക്ഷേ 2021 കഴിഞ്ഞ് 26
ഒരു തരത്തിലുള്ള പ്രപ്പോസലും നമ്മളുടെ മുമ്പിൽ എവിടെയും വെച്ചിട്ടില്ല. ജനങ്ങളുടെ മുമ്പിലൊക്കെ CPM-ൻ്റെ നേതാക്കൾ വലിയ സംഭവങ്ങളൊക്കെ പറയും. ഞങ്ങൾ 650 കോടിയുടെ പ്രപ്പോസൽ അവതരിപ്പിച്ചു, വയനാട് ജില്ലയ്ക്ക് മാസ്റ്റർ പ്ലാൻ. ഒന്നുമില്ല. ഞാനിപ്പോഴും വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ വയനാട് ജില്ലയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുൻപിലാണ്, പിന്നാമ്പുറത്തല്ല, മുൻപിൽ ഞാൻ നിൽക്കും. ഞങ്ങളുടെ നേതാക്കളെ, രാജീവ് ചന്ദ്രശേഖർജി അടക്കമുള്ള നേതാക്കളെ ഞാൻ അതിൻ്റെ മുന്നിൽ നിർത്തും. വയനാടിന് മാറ്റം വരാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും നമ്മൾ പോകാൻ വേണ്ടി തയ്യാറാണ്. അതിനിടയ്ക്ക് ചോദിക്കാൻ വിട്ടേ, വീട്ടിൽ മകളും പിന്നെ വേറെ ആരൊക്കെ ഉള്ളത്? മകളും ഭാര്യയും, അമ്മയുണ്ട്, പിന്നെ ഭാര്യയുടെ അമ്മയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് യുവമോർച്ചയിലേക്കാണോ അതേ ABVP-യിലൊക്കെ ഉണ്ടായിരുന്നോ? ABVP-യിലുണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നത്. ABVP-യിലുണ്ടായിരുന്നു. ABVP-യേക്കാൾ സജീവമായിട്ട് ഞാൻ യുവമോർച്ചയിൽ തന്നെ, വളരെ ചെറുപ്പത്തിൽ തന്നെ യുവമോർച്ചയുടെ ബത്തേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള ചുമതല എനിക്ക് കിട്ടി. ആ ചുമതല യുവമോർച്ചയൊക്കെ ആയിട്ട് കുറച്ച് തീവ്രത കൂടിയ, നമ്മൾ ചോരത്തിളപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും നിരന്തരം ഇടപെടുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് ആ ഇടപെടലാണെന്ന് തോന്നുന്നു. പിന്നീട് എനിക്ക് നേതൃനിരയിൽ നിന്ന് താഴേക്ക് പോകേണ്ടി വന്നിട്ടേയില്ല. പിന്നീട് ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, ഏകദേശം 9 കൊല്ലക്കാലം ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് ജില്ലാ പ്രസിഡൻ്റായി. ജില്ലാ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ് ബത്തേരിയിലെ യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നമ്മൾ പകലുകൂടി അടയ്ക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വരികയും, ആ വാർത്ത വന്നതോടുകൂടി ഞങ്ങളൊരു 3-4 ആളുകൾ, സർവകക്ഷി തന്നെയാണ്, ഞങ്ങൾ നല്ല സുഹൃത്ബന്ധമുണ്ട്. എനിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായിട്ടൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ബത്തേരിയിലൊക്കെ തന്നെ പൊതുജനങ്ങളൊക്കെ നല്ല അംഗീകാരം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരിച്ചാൽ പോകുന്നത്. ഞാനങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടല്ല ഞാൻ അവിടെ പ്രവർത്തിക്കാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്ന് അവിടുത്തെ യുവജനങ്ങളൊക്കെ കൂടി ഇരുന്ന് ആലോചിച്ച് ഒരു സമരം, നല്ലൊരു സമരം പ്ലാൻ ചെയ്തു. ആ സമരവും മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു ഞാൻ. രാത്രി യാത്രാ നിരോധനം, പകലുകൂടി അടയ്ക്കാൻ പോകുന്നു എന്നുള്ള ആ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഒരു 2ാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ നിരാഹാരം അനുഷ്ഠിക്കേണ്ടി വന്നു. 6 ദിവസം നമ്മൾ ആ റോഡിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് യുവമോർച്ചയുടെ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും പൊതുജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കിട്ടി. നമ്മുടെ ജീവിതത്തിലെ മെമ്മറബിൾ മൂമെൻറ്റും അത് തന്നെയാണ്. ഏറ്റവും വലിയ ഒരു ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു സമരവും, ഒരു സമരനായകൻ എന്നുള്ള ഒരു അംഗീകാരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ രാത്രി യാത്രാ നിരോധന സമയത്തുള്ള അത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരാഹാരം അനുഷ്ഠിച്ചു എന്നുള്ളൊരു ഇത് തന്നെയാണ് എന്നെ. ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം പാർട്ടിക്ക് എന്ത് ശക്തി വർദ്ധിച്ചു? ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ജില്ലാ പ്രസിഡൻ്റ് ആയതിനു ശേഷം എനിക്ക് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. കാരണം പ്രളയമുണ്ടായി, 3 തെരഞ്ഞെടുപ്പുകൾ തുടരെ വന്നുകൊണ്ടിരുന്നു. എവിടെയും നമ്മൾ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കേൾപ്പിക്കാൻ എനിക്ക് കാണിച്ചിട്ടില്ല. എല്ലാ തരത്തിലും ഞാൻ മുന്നോട്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. എൻ്റെ സംഘടനയെ നന്നായിട്ട് മുന്നോട്ട് നയിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതും അതുപോലെ തന്നെ പൊതുജനങ്ങളാണ് അത് അംഗീകാരം തരേണ്ടതും. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പാർട്ടി നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം തിരുവനന്തപുരത്തിൽ നിന്ന് കോർപ്പറേഷനിലുള്ള ആൾക്കാരെയൊക്കെ ഡൽഹിക്കൊക്കെ കൊണ്ടുപോയി പ്രധാനമന്ത്രിയൊക്കെ സംവദിക്കുകയൊക്കെ ചെയ്തു. വയനാട്ടിലും മികച്ചൊരു നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ. അപ്രീസിയേഷൻ എന്തൊക്കെ കിട്ടി? ഒരാളെ കൊണ്ടുപോയി. ആ പ്രധാനമന്ത്രിയുടെ ആ ടീമിൽ ഞങ്ങളുടെ പുൽപ്പള്ളിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നിഖിലിനെ ഞാൻ അയച്ചിരുന്നു. അദ്ദേഹം ഇവിടുന്ന് യാത്രയയപ്പ് കൊടുത്തു. അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തു, എല്ലാ സംസ്ഥാനങ്ങളും ചുറ്റിക്കൊണ്ടു. അദ്ദേഹം 7 ദിവസം കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കിട്ടി. മധ്യപ്രദേശിലേക്ക് അദ്ദേഹത്തെ അയച്ചു, അവിടെ നിന്നുള്ള സാഹചര്യങ്ങൾ പഠിക്കാൻ അയച്ചു. എന്നിട്ടൊക്കെയാണ് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളത്. ഞാനൊരു 4 ദിവസത്തെ പ്രോഗ്രാമിനാണ് അദ്ദേഹത്തെ അയച്ചത്. പക്ഷേ അദ്ദേഹം ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അത്ര അംഗീകാരം നരേന്ദ്രമോദിജിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കേന്ദ്രം നല്ലൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ത്രിപുര മുഖ്യമന്ത്രി അടക്കം പ്രചരണത്തിന് വന്നല്ലോ, അങ്ങയുടെ പ്രചരണത്തിന് വേണ്ടിയിട്ട്. അപ്പം നല്ലൊരു ശ്രദ്ധയുണ്ടോ? അവർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നിരീക്ഷിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു സംശയമില്ല. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റാണ്. നമുക്ക് ഈ ജില്ലയിൽ ആദ്യത്തെ താരപ്രചരണം, പ്രത്യേകിച്ച് ഹെലികോപ്റ്ററിൽ ആൾ വരിക എന്ന് പറയുന്നത് NDAയുടെ ഒരു സ്ഥാനാർത്ഥിക്കാണ്. കൽപ്പറ്റയുടെ മണ്ഡലത്തിലാണ് അത് വന്നിട്ടുള്ളത്. ത്രിപുരയുടെ മുഖ്യമന്ത്രിയാണെന്നുള്ളതായിരിക്കും. കാരണം ഒരു 10 വർഷത്തിന് മുൻപ് 0 ആയിരുന്ന സ്ഥലത്ത് BJPയെ അധികാരത്തിലെത്തിച്ചിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം. സംസ്ഥാന അധ്യക്ഷനാണ്, പിന്നീട് മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം അത് നമ്മളോ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. കൺവെൻഷനാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പ്രവർത്തകരെ പറഞ്ഞ് മനസ്സിലാക്കണം, പൊതുജനങ്ങളോട് സംവദിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നു. നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലവയൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന്
ചെറുതായി പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ ജില്ലാ അധ്യക്ഷനും സ്ഥാനാർത്ഥിയൊക്കെ ആയി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പോവുകയാണല്ലോ. അങ്ങയുടെ ഗ്രാമത്തിന് അങ്ങ് എങ്ങനെയാണ് സ്വീകാര്യനാവുന്നത്? എൻ്റെ ഗ്രാമത്തിൽ വലിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാനാർത്ഥിയായതിനു ശേഷം വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. എൻ്റെ നാട് സുൽത്താൻ ബത്തേരി മണ്ഡലമാണ്. ശരിക്കും അവിടെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് എൻ്റെ നാട് നല്ല അംഗീകാരം തരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള തെളിവാണ് ആ ഫ്ലെക്സ് ബോർഡ്. എൻ്റെ നാട് എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാ വിധത്തിലുള്ള അംഗീകാരവും ഞാൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാ ദിവസമൊന്നും എൻ്റെ ഗ്രാമത്തിൽ ഓടി നടക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടി ഞാൻ ചെല്ലുമ്പോഴൊക്കെ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവിടുത്തെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അമ്മമാരടക്കം കൽപ്പറ്റയിലെ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടി എന്നെ കെട്ടിപ്പിടിച്ച് ആ തരത്തിലാണ് ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് എല്ലാവരുമായിട്ടും മലവേലുള്ള. പ്രചരണ കോലാഹലം വല്ലാതൊരു സമ്മർദ്ദത്തിൽ സ്ഥാനാർത്ഥികളാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ റിലാക്സ് ആയിട്ടാണ് സ്ഥാനാർത്ഥി പര്യടനമൊക്കെ നടത്തുന്നത്. അതായത് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നു, കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ആസ്വദിക്കുവാണോ അങ്ങ്? തീർച്ചയായിട്ടും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നന്നായിട്ട് ആസ്വദിക്കുകയാണ്. ക്രിക്കറ്റ് കളിക്കുന്ന എനിക്ക് ബാറ്റ് ചെയ്യണമെന്ന് അവിടെ പോയപ്പോൾ തോന്നുകയാണ്. ഞാൻ നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്തു. എനിക്ക് കുറച്ചുകൂടി കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യവും സമയവും പ്രശ്നമാണ്. പിന്നെ എൻ്റെ ഡ്രസ്സും പ്രശ്നമാണ്. അതൊക്കെ കൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്കൊരു കുറച്ച് സമയം കൂടിയൊക്കെ കളിക്കാമായിരുന്നു. പക്ഷേ മനസ്സിലുണ്ടെങ്കിലും ഞാൻ മറ്റൊരു മുഖമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അവരോട് കൂടെ കുറച്ച് നേരം സംവദിച്ചു. അവർക്ക് ഞാൻ എല്ലാ വിധത്തിലുള്ള വാഗ്ദാനങ്ങളും, പ്രത്യേകിച്ച് ഈ സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം കളിക്കളമില്ലാത്തതും അവർക്ക് പിന്നെ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തതൊക്കെ വലിയ പ്രയാസപ്പെടുന്നുണ്ട്. ആ കുട്ടികളും അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ആളുകൾ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിജയിപ്പിച്ചു വിട്ടാൽ, എനിക്ക് വിജയിപ്പിച്ചു വിട്ടാലുള്ള കാര്യം പറയാൻ സാധിക്കുള്ളൂ. മറ്റത് ഞാനൊരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ്. നമുക്ക് ഒന്നും വ്യക്തിപരമായിട്ട് സാധിക്കില്ല. വിജയിപ്പിച്ചു വിട്ടാൽ പിന്നെ നമ്മളുടെ PT ഉഷാജി അടക്കമുള്ള PT ഉഷാജിയൊക്കെ പേഴ്സണലി നല്ല ബന്ധമുണ്ട്. അവരിന്ന് പിന്നെ ഓൾ ഇന്ത്യ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലുള്ള ക്രിക്കറ്റ് ക്ലബ്ബുകൾക്ക് കുട്ടികൾക്ക് വളരാനൊക്കെയുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യവും ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ കളിച്ചു വളർന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്നെ സഹായിച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാകുമെന്നുള്ളത്. കലയോടാണോ കായിക മേഖലയോടാണോ ഇഷ്ടം? കായിക മേഖലയോടാണ്. കല എനിക്ക് അത്രയും അങ്ങോട്ട്. കായിക മേഖലയിൽ ഏതായാലും ക്രിക്കറ്റ് തന്നെയാണ്. ക്രിക്കറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് കൂടെ കുട്ടികളുടെ കൂടെ പോയി കളിച്ചത്. നമ്മൾ വികസനവും രാഷ്ട്രീയമാണല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്നത്. വയനാടിൻ്റെ വികസനത്തിൽ കുറേ പാകപ്പിഴകളുണ്ട്, കുറേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കൽപ്പറ്റ നമ്മുടെ ആസ്ഥാനം എന്ന നിലയിൽ എന്ത് തരം വികസനമാണ് കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്? വികസന കാഴ്ചപ്പാടിൽ ഒരൊറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരു മേഖലയാണ് കൽപ്പറ്റ മണ്ഡലം. പൂക്കോട് തടാകം നിസ്സാര സാധനമല്ല, അത് പ്രകൃതി നമുക്ക് തന്നിട്ടുള്ളതാണ്. ഇന്ന് അതിൻ്റെ അവസ്ഥ പോയി നോക്കൂ. അതുപോലെ തന്നെ ബാണാസുര സാഗർ, ഇതും പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം പൂട്ടിപ്പോയി. കാരാപ്പുഴ പദ്ധതി, ഈ 4 കാര്യം മാത്രം മതി വയനാട് ജില്ലയിലും അതുപോലെ തന്നെ കൽപ്പറ്റ മണ്ഡലവും ഉയർന്നു പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറ്റിമറിക്കാൻ ഈ ഒറ്റ കാര്യം മതി. ഇങ്ങനെ ഞാൻ ഓരോ ഇത് പറയല്ല, എല്ലാ മേഖലയിലും മുന്നേറാൻ സാധിക്കുന്ന ഒരു മേഖല ടൂറിസം മേഖലയാണ്. ഇത് നരേന്ദ്രമോദിജിയുടെ കയ്യിലെങ്ങാനും കിട്ടണം. അപ്പോൾ നരേന്ദ്രമോദിജിയുടെ കയ്യിൽ കിട്ടാൻ നരേന്ദ്രമോദി നേരിട്ടൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുക. നരേന്ദ്രമോദിജിയെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത്തരം മേഖലകളെ, പ്രത്യേകിച്ച് 2 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന മേഖലയാണ്, ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളെ റോഡോ പൊളിഞ്ഞു കിടക്കുന്നു, അതിലിടയ്ക്ക് ഇങ്ങനെയുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ടൂറിസം മേഖല അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. എന്തിനാണ് ഇവരത് അടച്ചുപൂട്ടുന്നതെന്ന് മനസ്സിലായി. അവിടെ എല്ലാ സൗകര്യം, മീൻമുട്ടി വെള്ളച്ചാട്ടം അവിടെ പോയി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടതിന് പകരം അവിടെ വരുന്ന ആളുകളെ പോലും ഇനി അങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു മടുപ്പിക്കലാണ് ഇവിടുത്തെ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിലവിലുള്ള MLAക്കൊക്കെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാഴ്ചപ്പാടുണ്ട്. ചുരത്തിന് ബദലായിട്ടുള്ള പാത, പൂഴിത്തോട് പാത പണിയാൻ 15 വർഷമൊന്നും വേണ്ട. വെറും 2 വർഷം കൊണ്ട് പൂഴിത്തോട് പാത യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഒരു സംശയവുമില്ല, അതിൻ്റെ പിന്നാമ്പുറത്ത് ഞാൻ പണിയെടുക്കും. നിങ്ങൾ ഓഫർ കൊടുത്തത് ഏതോ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലോ മറ്റോ പ്രസംഗിച്ചതായിട്ട് കേട്ടു. NDA വിജയിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ടോ 1.5 വർഷം കൊണ്ടോ മറ്റോ 1.5 വർഷം കൊണ്ട് പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് യാഥാർത്ഥ്യമാക്കുന്നു. അങ്ങനെ കഴിയുമോ? അതൊരു വസ്തുതയല്ലേ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തുരങ്കപാതയ്ക്ക് അനുമതി കിട്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് അത്ര പോലും പാരിസ്ഥിതിക പ്രശ്നം, അതിൻ്റെ ഒരു 10% പോലും പാരിസ്ഥിതിക പ്രശ്നമില്ലാത്തൊരു സ്ഥലത്ത് ഒരു റോഡ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ജനപ്രതിനിധിയാണ്? അതിന് 15 കൊല്ലം കാത്തിരിക്കേണ്ട, വെറും 15 മാസം കാത്തിരുന്നാൽ മതി എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ അല്ലെങ്കിലും പെരിക്കല്ലൂർ പാലത്തിൻ്റെ വിഷയം കൂടി ഉണ്ടല്ലോ.
പെരിക്കൽ പോലൂർ പാലം നോക്കൂ, 1984 തറക്കല്ലിട്ടിട്ട് പോയിട്ടുള്ളതാണ്. അതിൻ്റെ മേലൊരു കല്ലെടുത്ത് വെക്കാൻ ഇവിടെ മാറി മാറി ഭരിച്ചിട്ടുള്ള ആളുകൾക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴും കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി അവിടെ പോയി വലിയ വാർത്തയാക്കി. അവർക്കൊന്നും ഇതെന്താണെന്ന് മനസ്സിലായിട്ട് 84 കരുണാകരൻ തറക്കല്ലിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കല്ലിടൽ മാത്രം പോരാ, നമ്മളുടെ പാത, ആ ഒരു പാലം വന്നു കഴിഞ്ഞാൽ എത്ര മാറ്റമാണ് ഉണ്ടാകുക. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളില്ലാത്ത ആളുകളുടെ പ്രശ്നമാണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ നിന്നൊരു MLA ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വയനാട്ടിലുണ്ടാകുന്നതാണ്. കൽപ്പറ്റയ്ക്ക് മാത്രമായിട്ട് ഞാൻ കേന്ദ്രീകരിക്കുന്നില്ല. എൻ്റെ വിഷയവും വയനാട് കേന്ദ്രീകരിച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളാണ്. അത് പുൽപ്പള്ളി ഉൾപ്പെടുന്നുണ്ട്, ബത്തേരി ഉൾപ്പെടുത്തുന്നുണ്ട്, മാനന്തവാടി ഉൾപ്പെടുന്നുണ്ട്, എല്ലാ മേഖലയും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ജയിച്ചു പോയാൽ കൽപ്പറ്റയുടെ മാത്രം ഒരു MLA എന്നുള്ള നിലക്കല്ല ഞാൻ പ്രതിദാനം ചെയ്യുക. ഞാൻ എൻ്റെ വയനാടിനെ ഞാൻ നെഞ്ചോട് ചേർത്ത്. സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ചോദ്യം കുറച്ച് ചുരുക്കുകയാണ് ഞാൻ. എല്ലാവരും നിങ്ങളോട് സോഫ്റ്റ്, നിങ്ങൾ അവരോടും സോഫ്റ്റാണ്. എങ്കിൽ കൂടിയും പറയേണ്ടത് സമയത്ത് പറയുന്ന ഒരാൾ കൂടിയാണല്ലോ. പ്രത്യേകിച്ച് ഞാൻ കണ്ടത് ടൗൺഷിപ്പിൻ്റെ സമയത്ത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം അത് ആദ്യമായി പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവ് നിങ്ങളാണ്. എന്തായിരുന്നു അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം? അല്ല, അതൊരു വസ്തുതയല്ലേ. കാരണം 2 കൊല്ലമായിട്ട് ആ പുനരധിവാസം എന്നുള്ള പ്രക്രിയയാണ് ആദ്യം പൂർത്തീകരിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെല്ലാം വളരെ മോശം പ്രവൃത്തിയാണ് ഈ ദുരന്തബാധിതരോട് കാണിക്കുന്നത്. ഞാൻ ഒന്നാമത്തെ ഘട്ടം മുതൽ തന്നെ ഞാൻ പറയാം, 6000 രൂപ നിശ്ചയിച്ച വാടക തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം പരിമിതമാണ്. അത് അംഗീകരിച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നു. സർവകക്ഷി യോഗത്തിൽ നമ്മളെ വിളിക്കാത്തതുകൊണ്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഞാൻ എല്ലാം തുറന്നു പറയുന്ന ആളാണ്, പക്ഷേ നമ്മളെ വിളിക്കാത്തതുകൊണ്ട് നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ 6000 രൂപ വാടക നിശ്ചയിച്ചു. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ സംവിധാനമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള സഹായം വിതരണം ചെയ്യാതെ ബുദ്ധിമുട്ടിച്ചു. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്തിനു വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയത്? ഉണ്ടാക്കിക്കോട്ടെ. 3 മാസം കൊണ്ട് ഫേസ് 1 ആളുകൾക്ക് സഹായം കൊടുക്കണ്ടേ? 2 കൊല്ലമായിട്ടും ഫേസ് 1 ആളുകൾക്ക് സഹായം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഫേസ് 1ഉം ഫേസ് 4ഉം. ഫേസ് 4 ആളുകളെ ഇതുവരെ ഐഡൻറ്റിഫൈ പോലും ചെയ്തിട്ടില്ല. അതെന്തിനാണെന്നറിയോ? ഫേസ് 4 ഐഡൻറ്റിഫൈ ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് പുറത്തു വിടാതിരിക്കാൻ കാരണം അവിടെയുള്ള ആളുകൾ ഇപ്പോഴും പ്രതീക്ഷയുടെ വക്കിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ലാതായും ആ പാവങ്ങൾ, ആ പ്രതീക്ഷ മുഴുവൻ അസ്തമിച്ചവർ പോകേണ്ടുന്നൊരു സ്ഥിതിവിശേഷം വരും. ഈ 178 ആളുകൾക്ക് വീട് കൊടുത്തു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ മണ്ടത്തരമാണ്. കാരണം തട്ടിപ്പാണ്. ഞാൻ അവിടെ വീടിൻ്റെ നമ്പർ അടക്കം തൊട്ട് കാണിച്ചിട്ടാണ് പറഞ്ഞത്. 23ാമത്തെ വീട് ഞാൻ തൊട്ട് കാണിച്ചിട്ട് ഞാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇത് പിണറായി വിജയൻ സർക്കാർ താക്കോല് കൊടുത്തു എന്ന് പറയപ്പെടുന്ന വീടാണ്. ഇതിൻ്റെ കക്കൂസ് കുഴിച്ചിട്ടില്ല, അവിടേക്കുള്ള പൈപ്പുകൾ കണക്ട് ചെയ്തിട്ടില്ല, ആ വീട്ടിനുള്ളിലെ വയറിങ് പൂർത്തീകരിച്ചിട്ടില്ല, അടുക്കള മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് 23ാമത്തെ വീട്? 178 വീടാണല്ലോ കൊടുത്തത്. ഞാൻ 23ാം ഒരു വീടേ എനിക്ക് കാണിക്കാൻ സാധിക്കും. കാരണം എല്ലാം പോകേണ്ട കാര്യമില്ല. ചോറ് വെന്തോ നോക്കാൻ എല്ലാ അരിയും എല്ലാ വറ്റും പെറുക്കി നോക്കേണ്ട കാര്യമില്ല, ഒറ്റ വറ്റ് പെറുക്കി നോക്കിയാൽ. അപ്പോൾ 23ാമത്തെ വീടിൻ്റെ അവസ്ഥ ഞാൻ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിച്ചിരുന്നു. എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. ജനങ്ങളെ ശുദ്ധമായി പറ്റിക്കുന്ന സമീപനം. ചൂരൽമലയുടെ നടുക്ക് കൊണ്ടുപോയിട്ട് കുറ്റിയടിച്ചിട്ട് കുറച്ചാളുകൾ അവിടെ താമസിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ഇതെന്തിനാണ് MLA അംഗീകരിച്ചു കൊടുത്തത്? എൻ്റെ ചോദ്യം അതാണ്. MLA എന്നുള്ള നിലയ്ക്ക് എന്തിനാണ് അംഗീകരിച്ചു കൊടുത്തത്? സംസ്ഥാന സർക്കാർ തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തു. എന്തിനാണ് MLA അംഗീകരിച്ചു കൊടുത്തത്? ഞങ്ങൾക്ക് ഇതിനോട് പ്രതിഷേധമുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ഇതുപോലെ പ്രതികരിക്കാൻ ആരുണ്ട് ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പം ഇപ്പോൾ കുറേ പേര് ലിസ്റ്റ് ചെയ്ത് പുറത്തായിട്ട് ഇപ്പോഴും പരാതികളുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ തന്നെ ഇതോടുകൂടി അറിവോടുകൂടി സേവാഭാരതി കുറച്ച് വീടൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ലിസ്റ്റിൽ നിന്ന് എത്ര പേര് വരും, അത് കഴിഞ്ഞ് എത്ര പേര് പുറത്താവുന്നു നോക്കിയിട്ട് ചെയ്യാമെന്ന് ഓർത്താണ് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞില്ല. കോൺഗ്രസ് പാർട്ടിയെ പോലെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സർക്കാർ തന്നെ ഇപ്പോൾ ഒരു DYFI 20 കോടിയാണല്ലോ കൊടുത്തത്, 100 വീടിനുള്ള പണം കൊടുത്തു എന്നാണ്. ഞങ്ങളുടെ സർക്കാരുകൾ, മധ്യപ്രദേശ് സർക്കാർ 20 കോടി കൊടുത്തു, BJP ഭരിക്കുന്ന സർക്കാരാണ്. മഹാരാഷ്ട്ര സർക്കാർ 10 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഉത്തർപ്രദേശ് സർക്കാർ 10 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഛത്തീസ്ഗഡ് സർക്കാർ 5 കോടി രൂപ ഇതിലേക്ക് കൊടുത്തു. ആന്ധ്ര സർക്കാർ 20 കോടി കൊടുത്തു. 100 കോടിക്ക് മുകളിൽ ഞങ്ങൾ ഭരിക്കുന്ന സർക്കാരുകൾ മാത്രം. ഇത് വേണമെങ്കിൽ BJPക്ക് തന്നാൽ പോരെ, സേവാഭാരതിക്ക് തന്നാൽ പോരെ. അപ്പോൾ സർക്കാർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങൾ വിശ്വസിച്ചിരുന്നു സർക്കാർ ചെയ്യുമായിരിക്കുമെന്നുള്ളത്. സർവ്വവ്യാപി സർവസ്പർശിയായിട്ടുള്ള വീട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ
അവരത് ചെയ്തില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ദുഃഖമുണ്ട്. ഞങ്ങളെല്ലാവരും സഹായിച്ചിട്ടുള്ളതാണ് ദുരിതാശ്വാസ നിധിയിലേക്ക്. അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞങ്ങൾ പുറത്ത് ചെയ്യാതെ. ഇല്ലെങ്കിൽ അന്ന് കെ സുരേന്ദ്രനായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ, എന്നോട് സ്ഥലം നോക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ സ്ഥലം നോക്കിക്കോളൂ, നമുക്കൊരു 100 വീട് വെച്ച് കൊടുക്കണം. പക്ഷേ അതിനുള്ള സാഹചര്യം വേണ്ട എന്ന് തീരുമാനിച്ചത് ദുരിതാശ്വാസ നിധിയിൽ ഇക്കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ്. പക്ഷേ ആ ഉറപ്പ് വെറും വാക്കായിപ്പോയി. സമയപരിധിയായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഈ സമയത്ത് ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ളത്, വയനാട്ടിൽ ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട്. വയനാട് പ്രതിസന്ധികൾ നിറഞ്ഞിട്ടുള്ള ജില്ലയാണ്. റോഡിൻ്റെ പ്രശ്നമെടുത്ത് പരിഹരിക്കാൻ ആളുകൾ പറയുന്നുണ്ട്. അതായത് പ്രതിസന്ധിയാണ്. ഗതാഗത സംവിധാനം പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞാൽ പുറത്തു പോയി പഠിക്കേണ്ടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ആദിവാസി മേഖലയിൽ ചോർന്നൊലിക്കുന്ന കുടിലുകളും കുടിവെള്ളം പോലും കിട്ടാക്കനിയായിട്ടുള്ള പ്രദേശം നിലനിൽക്കുന്നു. വന്യമൃഗശല്യത്താൽ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നം നമ്മളുടെ നാട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാർഷിക മേഖല പാടെ തകർന്നിരിക്കുന്നു. മെഡിക്കൽ കോളേജ്, വയനാടിൻ്റെ മെഡിക്കൽ കോളേജ് മടക്കിമലയിൽ നിന്ന് കൊണ്ടുപോയി മാനന്തവാടി എന്ന് പറഞ്ഞിരുന്നു. മാനന്തവാടിക്കാരെയും കൽപ്പറ്റക്കാരെയും ഒരേപോലെ പറ്റിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ്. കാരണം മാനന്തവാടിക്കാർക്ക് മെഡിക്കൽ കോളേജ് ആയി എന്ന് പറയാനും സാധിക്കുന്നില്ല, എന്നാൽ ഇത് മെഡിക്കൽ കോളേജ് ആണോ എന്ന് പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ മാനന്തവാടിക്കാർ നിൽക്കുമ്പോൾ മടക്കിമലയിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കൽപ്പറ്റക്കാരെ പറ്റിച്ചു. കൽപ്പറ്റക്കാരെയും മാനന്തവാടിക്കാരെയും ഒരേപോലെ പറ്റിച്ചുകൊണ്ട് 2 തട്ടിലാക്കിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജിൻ്റെ സംവിധാനം പോയിട്ടുള്ളത്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതയുണ്ട്. പക്ഷേ വിഷൻ വേണം, കാഴ്ചപ്പാട് വേണം. ഈ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോയാൽ നമ്മളുടെ നാട് മുന്നേറും. അതുകൊണ്ട് ഇത്തവണ ഞാൻ പറയുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മതി. നിങ്ങൾ ജനാധിപത്യ സംവിധാനമാണ് 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും മാറി മാറി ഇത്രയും കാലം 10-40 കൊല്ലം നമ്മൾ പരീക്ഷിച്ചു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രം ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളോടൊപ്പം പരിപൂർണമായി നരേന്ദ്രമോദിജിയുടെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നുകൊണ്ട് വികസനത്തിൻ്റെ ഒരു വിപ്ലവം ഞാൻ കാഴ്ചവെക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. എല്ലാവരും പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഏതായാലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയാശംസകൾ നേരുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ഈ ന്യൂസ് ആൻഡ് ടോക്കിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും രാഷ്ട്രീയവും വികസനവും ഒക്കെ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഏതായാലും മറ്റൊരു നേതാവിനൊപ്പം മറ്റൊരു അതിഥിക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.